കരുണ, അത്ഭുതമായൊരു കരുണ, വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ, ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ, ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ, പിതാവിന്റെ കരുണ, ശ്രീയേശുനാഥന്റെ കരുണ, പാവനമാവിന്റെ കരുണ, ത്രിയേക ദൈവത്തിൻ കരുണ, പിതാവിന്റെ കരുണ, ശ്രീയേശുനാഥന്റെ കരുണ. വീണ്ടും പറയുകയാണ്, ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി നൽകാനും അത്രേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനമാണ് നാം കേൾക്കുന്നത്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ഛേദനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സഹോദരങ്ങളെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേം കാലിത്തൊഴുത്തില് പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്നും ദൈവപുത്രനായ യേശുക്രിസ്തു അവിടുന്ന് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഈശോ ഒരു ശിശുവായി അവിടുന്ന് ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്ന് ഉദ്ഘോഷിച്ചു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷകനായിട്ടാണ് ഈശോ ഈ ഭൂമിയില് അവതരിച്ചത്. നിത്യജീവിതത്തിലുള്ള മനുഷ്യന്റെ തടസ്സം അത് പാപത്തിന്റെ അന്ധകാരത്തിന്റെ അടിമത്തങ്ങളിൽ ആണ്ടുപോയ മനുഷ്യന്, അവന് ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽപ്പെട്ട് പാപത്തിന്റെ അന്ധകാരത്തിന്റെ പൈശാചികതയുടെ പടുകുഴിയിൽ ആണ്ടുപോയ മനുഷ്യന്, അവന് നിത്യജീവൻ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി അവനെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് നിത്യജീവിതത്തിലേക്ക്, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, യഥാർത്ഥ വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് യേശയ്യ എന്ന പേരുള്ള ഒരു പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥം, എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. വീണ്ടും പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുകയാണ്,
നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ പേരുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അതേ സഹോദരങ്ങളെ, പാപത്തിന്റെ, ശാപത്തിന്റെ, അടിമത്തത്തിന്റെ എല്ലാവിധ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, ആ പാപത്തിന്റെ നീർച്ചുഴിയിൽ നിന്നും, പടുക്കുഴിയിൽ നിന്നും മനുഷ്യനെ പരിപൂർണമായി മോചിപ്പിച്ച് അവനെ പരിപൂർണ വിശുദ്ധിയിലൂടെ യഥാർത്ഥ സത്യ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് അവനെ നയിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. തിരുവിലാവിൽ